എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സഹിക്കേണ്ടി വരുന്നത്? ഞാൻ ഇത്രയും നന്മ ചെയ്തിട്ട്, ഇത്രയും നല്ലതൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് അച്ഛൻ ഞാൻ ഇങ്ങനെയൊക്കെ സഹിക്കേണ്ട ഒരു അവസ്ഥ വന്നത്? ഞാനൊരു പാപവും ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ എത്ര നാൾ ഞാൻ സഹിക്കണം? അങ്ങനെ സഹനവുമായി ബന്ധപ്പെട്ട് 100 കൂട്ടം ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട്. ഇതിനൊക്കെ ഉത്തരവുണ്ടോ എന്നുള്ള ചോദ്യം തന്നെ നമ്മുടെ മനസ്സിൽ അലയടിച്ചിട്ടുണ്ട്. തമ്പുരാന്റെ മുമ്പിൽ തന്നെ പലവട്ടം നിലവിളിച്ചിട്ടുണ്ട്, ആവലാതിപ്പെട്ടിട്ടുണ്ട്, പരാതി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ചില ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഈ സഹനങ്ങളുടെ കാര്യം വരുമ്പോൾ കർത്താവിന്റെ വചനത്തിലും വിശുദ്ധ ഗ്രന്ഥത്തിലും യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലും ഉത്തരം കിട്ടാത്തതായ ഒരു സഹനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ഒരു ചോദ്യം ഇതാണ്, ഇതെന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ? പ്രഭാഷകന്റെ പുസ്തകം 39:17 തിരുവചനം. എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. വചനം കൂട്ടിച്ചേർക്കുന്നു, യഥാകാലം എല്ലാം വെളിവാകും. യഥാകാലം എല്ലാം വെളിപ്പെടുത്തപ്പെടും. ഇപ്പൊ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, കുറെ ദുഃഖ ദുരിതങ്ങളുണ്ട്, സഹനങ്ങളുണ്ട്. അപ്പൊ ഇതിനൊക്കെ മുമ്പിൽ നിന്നുകൊണ്ട് ഇതെന്ത് നിരന്തരം നമ്മൾ ചോദിച്ചുകൊണ്ടിരിപ്പുണ്ടാകും. ഇതെന്തുകൊണ്ട് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാകാം. രക്ഷിപ്പോ അതിന് നമുക്ക് ഉത്തരം കിട്ടുന്നില്ലായിരിക്കാം. പക്ഷെ വചനം പറയുന്നു, യഥാകാലം ഇതിന്റെ എല്ലാറ്റിന്റെയും ഉത്തരം നമുക്ക് കിട്ടും. പക്ഷെ ഈ ലോക ജീവിതത്തെ കിട്ടിയില്ലെങ്കിൽ വരാനിരിക്കുന്ന ജീവിതത്തിലെങ്കിലും നീ കടന്നു പോകുന്ന നിന്റെ സഹനത്തിന് ഒരു ഉത്തരവുണ്ട്. അത് നീ വിശ്വസിക്കണം. എന്നിട്ട് കൂട്ടിച്ചേർക്കുന്നു, യഥാകാലം എല്ലാം വെളിവാകും. അവിടുന്ന് അരുളി ചെയ്തപ്പോൾ ജലം കുന്നുകൂടി, അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ജലാശയങ്ങൾ ഉണ്ടായി. എന്ന് പറഞ്ഞാൽ കർത്താവ് പറയുന്നതൊക്കെ അതുപോലെ അങ്ങോട്ട് സംഭവിക്കുന്നു എന്ന് പറയുന്ന പോലെ പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൽ പൂർണ്ണമായി നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം. ഇതെന്തുകൊണ്ട് എന്ന് നീ ചോദിക്കരുത്. യഥാകാലം അതെല്ലാം വെളിപ്പെടും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 20-ാമത്തെ തിരുവചനത്തിലും ഇത് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. കുശവൻ കളിമൺ പാത്രം കുശവനോട് ചോദിക്കുമോ, ഇതെന്തുകൊണ്ട് ഇങ്ങനെ എന്നെ നിർമ്മിച്ചെന്ന്? ഇന്നോളം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു കുശവന്റെ അടുത്ത് ഒരു കളിമൺ പാത്രം, കുശവൻ ഉണ്ടാക്കിയ കളിമണ്ണ് കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ ഒരു കളിമൺ പാത്രം ഇന്നോളം കുശവനോട് ചോദിച്ചിട്ടുണ്ടോ, ഇതെന്തുകൊണ്ടാ എന്നെ വൃത്തിഹീനമായി ഉണ്ടാക്കിയത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാ ഇങ്ങനത്തെ ഷേപ്പിൽ ഉണ്ടാക്കിയത്? എന്തുകൊണ്ടാ എന്നെ ഇങ്ങനെയുള്ള ഉപയോഗത്തിന് വേണ്ടി നിർമ്മിച്ചത് എന്ന് എന്നെങ്കിലും ഒരു കളിമൺ പാത്രം തന്റെ കുശവനോട് ചോദിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ കർത്താവിന്റെ കരവേലയാണ്. എഫേസ്യർക്കെഴുതിയ ലേഖനം 2:10 തോന്നുന്നു വചനം എഴുതി വെച്ചിരിക്കുന്നത്. നാം എല്ലാം കർത്താവിന്റെ കരവേലയാണ്. നമ്മള് കർത്താവിന്റെ കരവേലയാണ്. അങ്ങനെയെങ്കിൽ ഈ പാത്രം കുശവനോട്, ഈ പാത്രത്തെ തന്റെ കരം കൊണ്ട് കുശവൻ മെനഞ്ഞപ്പോ വചനം പറയുന്നു, ഈ പാത്രം കുശവനോട് ചോദിക്കുമോ, നീ എന്തിനാണ് എന്നെ ഈ വിധത്തിൽ നിർമ്മിച്ചത്? ഇന്നോളം ചോദിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. എന്നിട്ട് കൂട്ടിച്ചേർക്കുന്നു, ഒരേ കളിമൺ പിണ്ഡത്തിൽ നിന്ന് ശ്രേഷ്ഠമോ ഹീനമോ ആയ ഉപയോഗത്തിലുള്ള പാത്രങ്ങൾ നിർമ്മിക്കാൻ കുശവന് അവകാശമില്ലേ? ദൈവമാകുന്ന കുശവന് അവകാശമില്ലേ? എങ്ങനെ നമ്മളെ നിർമ്മിക്കണമെന്നും എങ്ങനെ നമ്മളെ രൂപപ്പെടുത്തണമെന്നും ഏതൊക്കെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നമ്മളെ ഇടണമെന്നും നടത്തണമെന്നും കൊണ്ടുപോകണമെന്നും തമ്പുരാന് അവകാശമില്ലേ? ഇനി ഈ അർത്ഥത്തിലാണ് പ്രഭാഷകന്റെ പുസ്തകം അതിന്റെ 39-ാം അധ്യായം അതിന്റെ 17 മുതലുള്ള വചനങ്ങൾ ചോദിക്കുന്നത്. എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. യഥാകാലം എല്ലാം വെളിവാകും. അവിടുന്ന് അരുളി ചെയ്തപ്പോൾ ജലം കുന്നുകൂടി, അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ജലാശയങ്ങൾ ഉണ്ടായി. അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറ്റുന്നു. അതാരുടെ ജീവിതത്തിലാണെങ്കിൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.